ആകെ ആവേശം കൊള്ളിച്ച സിനിമയായിരുന്നു 2023 പുറത്തിറങ്ങിയ രജനീകാന്ത് ചിത്രം ജയിലർ. അതിൻ്റെ ഒരു പ്രധാന കാരണം തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും ആ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നതാണ്. അവരുടെ എല്ലാം ഇൻട്രോകൾ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയിട്ടുമുണ്ട്. മാത്രമല്ല, പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച പ്രതികരണങ്ങൾ നേടിയ സിനിമ പല റെക്കോർഡുകൾ തകർത്താണ് മുന്നേറിയത്. സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ രജനീകാന്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ചിത്രത്തിന്റെ പ്രൊമോ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. സിനിമയുടെ പ്രൊമോ ചിത്രീകരണത്തിനായി ഒരുക്കങ്ങൾ നടക്കുകയാണെന്നും അടുത്ത മാസം 5-ന് ഷൂട്ടിംഗ് തുടങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ജയിലറിലെ രജനിയുടെ ലുക്ക് ടെസ്റ്റ് അടുത്തിടെ നടന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ ലോകേഷ് കനകരാജിന്റെ കൂലിയിൽ നിന്നും രജനിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തലൈവർ ആരാധകർക്ക് ഇരട്ടി മധുരമാകും ലഭിക്കാൻ പോകുന്നത്. നേരത്തെ ജയിലർ 2-ന് താൽക്കാലികമായി ഹുക്കും എന്ന പേര് നൽകുവാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചതായും പിങ്ക് വില്ല അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. തലൈവരുടെ 172-ാം ചിത്രമായി ജയിലർ 2 ഒരുങ്ങുമെന്നാണ് വിവരം. ലോകേഷിന്റെ കൂലിക്ക് ശേഷം അടുത്ത വർഷം ആദ്യം ജയിലർ 2 ആരംഭിക്കുമെന്നാണ് സൂചന. മാത്രവുമല്ല, ബാക്ക് ടു ബാക്ക് സിനിമകളുടെ ചിത്രീകരണ തിരക്കിലാണ് രജനീകാന്ത് ഉള്ളത്. TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത വേട്ടയനാണ് അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ രജനി ചിത്രം. 200 കോടിക്ക് മുകളിൽ ചിത്രം കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു. രജനിക്ക് പുറമെ മഞ്ജു വാര്യർ, ഫഹദ് ഫാസിൽ, ഋതിക സിംഗ്, അമിതാഭ് ബച്ചൻ, റാണ ദഗുപതി, ദുഷാര എന്നിവരായിരുന്നു ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഡിസംബർ 12-നാണ് താരത്തിന്റെ പിറന്നാൾ. ഈ ദിവസം ആരാധകരെ ആവേശത്തിലാഴ്ത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരും വിശ്വസിക്കുന്നത്. അതേസമയം ഈ രണ്ട് സിനിമകളുടെയും ചിത്രീകരണം കഴിയുന്നതോടെ രജനീകാന്ത് ആത്മകഥ എഴുതും എന്നൊരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ആത്മകഥ എഴുത്ത് പകുതി പൂർത്തിയായ ശേഷം അഭിനയം തുടരാനാണ് തീരുമാനം. ആത്മകഥ എഴുതണമെന്ന ആഗ്രഹം ഏറെ നാളായി ഉണ്ടെന്ന് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു.